നമ്മുടെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ ഷോ സംഗീതം, നൃത്തം, ചിരി അതിനെല്ലാം ഒപ്പം കനലെറിയുന്ന ജീവിത അനുഭവങ്ങൾ കൂടി സമ്മാനിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് നമുക്ക് ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിലേക്ക് ഒരു പിടി നല്ല നാടൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച ഒരു അഭിനേത്രിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രിന്ദ. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? മുഖത്ത് നല്ലൊരു ചിരി കാണാം, അതിന്റെ അർത്ഥം ഭയങ്കര ഹാപ്പിയാണെന്നല്ലേ? ഹാപ്പിയാണ്. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ക്രിക്കറ്റ് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ആരെയാണ് ക്രിക്കറ്റിൽ ഇഷ്ടം? ഇപ്പം എനിക്കറിയാം ഈ ചോദ്യം എങ്ങോട്ടാണെന്ന്, അതുകൊണ്ട് ഞാൻ പറയാം സച്ചിൻ ടെണ്ടുൽക്കറിനെയാണെന്ന്. ഞാൻ ക്രിക്കറ്റ് അങ്ങനെ ഭയങ്കര അങ്ങനെ വാച്ച് ചെയ്യുന്ന ആളൊന്നും അല്ല, പക്ഷെ അങ്ങനെ ഫോളോ ചെയ്യുന്ന എനിക്ക് അങ്ങനെ ഭയങ്കര ഒരാളോട് അങ്ങനെ ആരാധന സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിയായിരുന്നല്ലോ അല്ലെ? അതൊക്കെ അറിയാം. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോ, അതായത് ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ വായിക്കുമ്പോ അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞു തരുമ്പോ ഇങ്ങനത്തെ ഒരു ലൈൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ ചിരിച്ച പോലെ തന്നെ ശ്രിന്ദ ചിരിച്ചോ? ഞാനിത് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു പുതുമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ എനിക്ക് ആ സിനിമയും എല്ലാം എനിക്ക് അറിയായിരുന്നു. ശ്രിന്ദയുടെ ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ചോദ്യം കൊണ്ട് മലയാളി പ്രേക്ഷകരെയൊക്കെ ചിരിപ്പിച്ച ഒരു അഭിനേത്രിയാണെന്ന്. അധികം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് ഉപയോഗിച്ച ഡയലോഗ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നു. അങ്ങനെ ഒരു ലക്കും കൂടി കിട്ടിയിട്ടുണ്ടല്ലേ? അതെ അതെ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇപ്പം നമ്മളുടെ ഒരു സിനിമ ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ പോലെ ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോ അതിന്റെ ഒരു പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കാന്ന് നമുക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവും കുറെ ഇന്റർവ്യൂസിൽ നമ്മൾ സെയിം കാര്യമാണല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ചോദ്യമാണല്ലോ എല്ലാവരും. പക്ഷെ പ്രേക്ഷകർക്ക് എപ്പോഴും അത് കാണാനും ശ്രീതയെ കാണുമ്പോ ആ സുശീല എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇഷ്ടം അവർക്ക് ഇപ്പോഴും ഉണ്ട്. പകുതി ദിവസം ചിലപ്പോ നിങ്ങൾ ചിരിച്ചു പോയിട്ടുണ്ടാവും. നിവിൻ ഭയങ്കരമായിട്ട് ചിരിക്കും. ചിരിച്ച പിന്നെ നിർത്താനും വലിയ പാടാണ്. അതെ, നിവിന്റെ ചിരി ഭയങ്കരമായിരുന്നു. നിവിന്റെ ചിരി കണ്ടിട്ട് നമുക്ക് ചിരി വരും. ബേസിക്കലി എനിക്ക് പറയുമ്പോ അത്ര ചിരി വരാറില്ല, നമ്മളുടെ ഓപ്പോസിറ്റ് ചിരിക്കുന്ന ആ ചിരി ആക്ച്വലി നമ്മളോട്ട് കറക്റ്റ്. പിന്നെ വേറെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പറയൂ, പുതിയ സിനിമയുടെ വിശേഷം. പുതിയ സിനിമ ഞാനിപ്പം കുരുതി പറഞ്ഞൊരു മൂവി ചെയ്ത്, മനു വാര്യർ എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ്. പൃഥ്വിയും റോഷൻ മാത്യുവും ഞാനും, അങ്ങനെ നമ്മൾ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ, ആ ഒരു 6-7 പേര്. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മളൊരു മൂവി ഇപ്പം ഷൂട്ടൊക്കെ പോയി കഴിഞ്ഞു അല്ലേ? ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ അതാണ് പുതിയൊരു വിശേഷം.